ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് രാവിലെ മീൻ വാങ്ങിച്ചുകൊണ്ട് തുടക്കം കുറിക്കാം. അങ്ങനെ ഇതാ മീനുമായി സോണി വന്നു കഴിഞ്ഞു. സോണി എന്ന് പറഞ്ഞാൽ നമ്മൾ അയൽവാസിയാണ്, നമ്മളെന്നും കാണുന്ന കൊച്ചാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. ഇവൻ മീൻ കൊണ്ടുവന്ന് എന്നും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങാറുള്ളൂ. ഇവൻ്റെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങുകയൊക്കെ ഉള്ളൂ. പാവമാണ്, എല്ലാവരുടെയും വലിയ കാര്യമാണ്, നല്ലൊരു പയ്യനാണ്. അങ്ങനെ ഞാൻ അവൻ രാവിലെ ഇന്ന് നെത്തോലിയും ചെറിയ കോഴികളെയൊക്കെയാണ് കൊണ്ടുവന്നത്. അത് വാങ്ങിച്ചു. ഇന്നലെ കുറച്ച് ചൂര കൊണ്ടുവന്ന് അതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചു, പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവൻ എന്താ പോണ വീഡിയോയൊക്കെ ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിടുമെന്ന്. അവന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എന്താ മീൻകാരൻ പോയി. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അടുത്ത് നമ്മൾക്ക് സ്വന്തം വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ ഇന്നൊരു ചെറിയ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ ഷോ കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ തൂത്തൊക്കെ വാരി കുറച്ച് ചപ്പ് ചവറൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ കൊണ്ടുവന്ന് തീയിട്ടു. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ചൂര മീനാണ്, അതിനെ ഒന്ന് കറി വയ്ക്കാം. അതിലേക്ക് വേണ്ടി ചൂര മീനിനെയൊക്കെ അറുത്ത് കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ മീൻ അരയ്ക്കുന്നതാണ്. അമ്മിയിലാണ് അരയ്ക്കുന്നത്. ഞാൻ വീട്ടിൽ വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത സമയം ഞാൻ അമ്മിയിൽ തന്നെയാണ് മീൻ അരയ്ക്കുന്നത്. വീണ്ടും നാളെ മുതൽ വീണ്ടും റബ്ബർ പാലെടുക്കാൻ പോകണം. അപ്പം അമ്മിയിലരപ്പ് ചില ദിവസങ്ങളിലൊക്കെ നടക്കും കേട്ടോ, ചില ദിവസങ്ങളിൽ നടക്കില്ല. അങ്ങനെ രാവിലെ ഇതാ അരച്ച് തള്ളയാണ് ചൂര മീൻ കറിക്ക് വേണ്ടി. അങ്ങനെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എൻ്റെ ഓരോ കൂട്ടുകാർക്കും താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഭയങ്കര താങ്ക്സാണ്. ഞാൻ അങ്ങനെ മീനൊക്കെ അറുത്ത് കഴുകി അതിൽ തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മീൻ എടുത്ത് ഒരു കഷ്ണം മീൻ അതിൻ്റെ പകുതി ഞങ്ങൾ ഫ്രൈ ചെയ്തു, കുറച്ച് കറി വെച്ചു. ഞങ്ങൾക്ക് രണ്ടാളിനും മതി. എപ്പോഴും ഞങ്ങൾ രണ്ടാളെ കാണുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഒരാൾ കൂടെ കാണുകയുള്ളൂ. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് ചെറിയൊരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടിയാണ് കേട്ടോ തലയൊക്കെ കെട്ടി പൂവൊക്കെ ചൂടി നിൽക്കുന്നത്. പക്ഷേ അത് വീഡിയോ ഞാൻ ഇട്ടില്ല, അതിനി ഒരു ദിവസം ഇടുന്നതായിരിക്കും. അത് വലിയ യാത്ര എന്നുള്ള ഞങ്ങളടുത്തുള്ള കുന്നത്തുകാലം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പോവേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക്. അങ്ങനെ പോകാൻ വേണ്ടി രാവിലെ റെഡിയായി നിൽക്കുന്നതാണ്. അടുക്കള പണിയെല്ലാം കഴിഞ്ഞ ശേഷമാണ് പോണത്. അങ്ങനെ ഇതാ മീൻ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. മീനെല്ലാം അടുപ്പിൽ വെച്ചു. ഞാനിതിനടുത്ത് മീൻ കറി അടുപ്പിൽ വച്ചില്ല കേട്ടോ. മല്ലിക്കറിക്ക് വേണ്ടി രാവിലെ ദോശയ്ക്ക് മല്ലിക്കറിക്ക് വേണ്ടി വറുത്ത് മാറ്റിയതിന് ശേഷമാണ് മീൻ കറി അടുപ്പിൽ വച്ചത്. അങ്ങനെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമല്ലോ. അച്ചാമ്മയ്ക്ക് സുഖമാണോ? അച്ചമ്മയെ കാണാത്തതുകൊണ്ട് വലിയ വിഷമമാണ്. അച്ചമ്മ വീഡിയോ ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ചേച്ചി എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ്. ആളിങ്ങനെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ വിഷമമുണ്ട്. അങ്ങനെ മീൻ കറിയായി, മല്ലിക്കറിയായി, തോരനായി, മീൻ ഫ്രൈ ആയി. അങ്ങനെ ഇന്നലത്തെ രസം കാച്ചിയതാണ്. ഇന്ന് ഞാനൊന്നും വയ്ക്കാൻ പോയില്ല. രാവിലെ തൂക്കലും വാരലെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ പണികൾ ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.